താനൂർ ഹാർബറിലെ പ്രശ്നങ്ങളും പരാധീനതകളും കേട്ട് താനൂരിലെ പുതിയ MLA PK നവാസ് ഹാർബറിൽ ചേർന്ന യോഗത്തിൽ തങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും MLAയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചു. മുൻഗണനാ പട്ടിക തയ്യാറാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് നാട്ടുകാർക്ക് MLA ഉറപ്പു നൽകി. എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള അറിയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ നമ്മുടെ PHC മീറ്റിംഗ് ഉണ്ടായത്. നേരത്തെ ബദർക്ക പറഞ്ഞത് അവിടെ OP ഉള്ളൂ, IP ഇല്ല, അത് നമുക്ക് വലിയ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വേണമെന്നുള്ള ആദ്യം ഡിസ്കസ് ചെയ്ത്. രണ്ടാമത്തെ നമ്മുടെ ഇവിടെ ഫിഷറീസ് സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ നേരിട്ട് പോയി, അതുകൊണ്ട് അങ്ങോട്ട് വരാൻ വൈകിപ്പോയത്. ഉച്ചോട്ടം അവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾ, നമുക്ക് ഒരേ കാര്യങ്ങളുണ്ടാവും, നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടാവും, തർക്കമൊന്നുമില്ല. പിന്നെ എല്ലാ കാര്യം കൂടിയും 1-2 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഞാനിവിടെ മോഹനസുന്ദര വാഗ്ദാനം നൽകി ഇവിടുന്ന് പോയി നിങ്ങളെല്ലാം കൈയടിച്ച് സന്തോഷത്തിൽ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത് പറയാൻ കഴിയുന്നത് ചെയ്യാം, അതാണ് നമ്മുടെ ഒരു പോളിസി. അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ ഞങ്ങൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയാം. ഒന്ന്, പുളിമൂടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ നോട്ട് ചെയ്യണേ. പുളിമൂടുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചു. 2, വാർപ്പിൻ്റെ ജെട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചു. ഈ തോണിക്കാർക്ക് ഉള്ള ഒരു സൗകര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. പെട്രോൾ പമ്പിൻ്റെ ഒരു കാര്യം പറഞ്ഞു. പിന്നെ ബാത്റൂം ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞു. ചെറിയ ജെട്ടിക്ക് മേൽക്കൂര വേണം എന്ന കാര്യം പറഞ്ഞു. വലകൾ ഇറക്കാൻ ഫിംഗർ ജെട്ടി വേണം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അറ്റകുറ്റപ്പണികൾ പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്, മാലിന്യം, ഇരിപ്പിടം, അവിടുത്തെ ഷോപ്പ് ചേഞ്ച് ചെയ്യേണ്ടത്, HMC കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പരാതികൾ, അതോടൊപ്പം ഒരു ഇലക്ട്രീഷ്യൻ ഇവിടെ അപ്പോയിന്റ് ചെയ്യുകയും. ഹാർബറിലെ പുലിമുട്ടിന്റെ നീളക്കുറവ് മുതൽ മാലിന്യ പ്രശ്നങ്ങൾ വരെ നാട്ടുകാർ MLAയെ അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ, ഹാർബറിലെ കച്ചവടക്കാർ, പൊതുപ്രവർത്തകർ, പ്രദേശവാസികൾ എന്നിവരെ പങ്കെടുപ്പിച്ചായിരുന്നു യോഗം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. MLA ആയ ശേഷം ആദ്യമായാണ് PK നവാസ് ഹാർബറിൽ എത്തിയത്. എല്ലാ മേഖലകളിലുള്ളവരും തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ MLAയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പുലിമുട്ടുകളുടെ ഘടനയിലെ അശാസ്ത്രീയത, ശക്തമായ തിരമാലകളുള്ള സമയത്ത് ബോട്ടുകൾ അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നതായി മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെട്ടു. ശക്തമായ കാറ്റിലും ഒഴുക്കിലും പെട്ട് നിരവധി ബോട്ടുകൾ തകരുകയും വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതായി അവർ അറിയിച്ചു. മികച്ച രീതിയിലുള്ള ലേല ഹാളുകൾ, ഐസ് പ്ലാന്റുകൾ, മത്സ്യസംഭരണത്തിനുള്ള ആധുനിക കോൾഡ് സ്റ്റോറേജ് സംവിധാനങ്ങൾ എന്നിവ വേണമെന്ന യോഗത്തിൽ ആവശ്യമുയർന്നു. ഹാർബർ പരിസരത്തെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ അഭാവം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടുന്നത് കാരണമാകുന്നതായും ഹാർബറിലെയും പരിസരത്തെയും ശുചിത്വത്തെ ഇത് ബാധിക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു. കടൽക്ഷോഭമോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ബോട്ടുകൾക്ക് സുരക്ഷിതമായി കെട്ടിയിടാൻ മതിയായ സൗകര്യമില്ലെന്ന് ബോട്ടുടമകൾ പരാതിപ്പെട്ടു. ലൈറ്റ് ഹൌസ് സംവിധാനങ്ങളുടെ പോരായ്മ രാത്രികാലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ വെല്ലുവിളിയാകുന്നതായും പരാതി ഉയർന്നു. തുടർന്നാണ് MLA മറുപടി നൽകിയത്. താനൂർ നഗരസഭാ ഉപാധ്യക്ഷൻ MP അഷ്റഫ്, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സലാം എന്നിവരും പങ്കെടുത്തു. യോഗം 1 മണിക്കൂറോളം നീണ്ടു. നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ താനൂരിലെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ഹാർബർ. എഡിറ്റർ ലൈവ്, താനൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.